എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലേ ഒരു വെജ് സമൂസ. അപ്പോൾ അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെന്ത് തന്നതിലേക്ക് കുറച്ച് മല്ലിയിലോടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുകയാണെ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് മുളക് പൊടി കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സമൂസൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഷീറ്റാണ് കേട്ടോ സമൂസയുടെ. അപ്പോൾ നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ്, അടിപൊളി ഷീറ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സമൂസൻ്റെ ഈ മസാല കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല കിടിലനായിട്ടുള്ള സമൂസ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ കൂടി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പശയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പശ രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സമൂസൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് പച്ചക്കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളോട് ഇങ്ങനെ കൊടുത്താൽ കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്താ ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മടക്കിയെടുക്കാം. റെഡിമെയ്ഡ് ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈസിയാണ് കേട്ടോ മടക്കാനൊക്കെ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മടക്കി ആ പശ അതിൻ്റെ മേലെ ഒന്ന് തേച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. പശ മീൻസ് മൈദേൻ്റെ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. അപ്പോൾ നല്ല ക്രിസ്പി സമൂസ റെഡി.